എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ പച്ചത്തലയനും അവന്റെ ഫ്രണ്ട്സും അവരെല്ലാവരും ചേർന്ന് നമ്മുടെ ആൾക്കാർക്ക് ആവശ്യത്തിലധികം ഫുഡ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാം, ഇതിനിവിടെ യാതൊരു ലിമിറ്റും ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കും. ലൂഫിക്കൻ ടീമിനും ആണെങ്കിൽ ഫുഡെന്ന് വെച്ചാൽ പണ്ട് ഒരു വീക്ക്നെസ് ആണ്. അവർ നിർത്താതെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരൊട്ടും പ്രതീക്ഷിക്കാതെ വലിയ ഐസ് കട്ടകൾ അത് കപ്പലിലേക്ക് വീഴാനായിട്ട് തുടങ്ങുക. അത് വീഴുന്നത് കാണേണ്ട താമസം പച്ചത്തലയനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് സേഫ് ആയിട്ട് അകത്തേക്ക് പോകാൻ പറയും. എങ്കിൽ പച്ചത്തലയനോട് ചോദിക്കും, നമുക്ക് എത്രയും വേഗം അസോ ഐലാൻഡിലേക്ക് എത്തണം, നിങ്ങളുടെ നാവിഗേറ്റർ അതാരാണ്? അവരോട് ചോദിച്ച് എത്രയും വേഗം ദിശ മനസ്സിലാക്കി ഞാൻ വേണമെങ്കിൽ കപ്പൽ അവിടേക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോഴായിരിക്കും പച്ചത്തലയൻ പറയാ, ഞങ്ങളുടെ കപ്പലിന് നാവിഗേറ്റർ ഇല്ല, ആക്ച്വലി നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. യും ലൂഫിയും നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. നിങ്ങൾ എന്തായി പറയണേ? നാവിഗേറ്റർ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? നമുക്ക് എത്രയും വേഗം അസോ ഐലൻഡിലേക്ക് പോകണ്ടേ? പച്ചത്തലയനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഓടി വന്ന് ഒരു ഗ്രാൻഡ് മേ വിളിക്കും. അവരുള്ളത് ഇവിടെ തന്നെ ഏതോ ഒരു ഐലാൻഡിലാണ്. ഇത്തരത്തില് മഞ്ഞ് വീഴുന്നുണ്ട്, ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? ഏത് ഡയറക്ഷനിലേക്കാണ് ഞങ്ങൾ പോകണ്ടേന്ന് പച്ചത്തലയൻ ചോദിക്കും. അതിന് ഗ്രാൻഡ് മേ ആണെങ്കിൽ ഏതോ ഒരു വഴി പറഞ്ഞു കൊടുക്കും. കേട്ട് അവരാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പൊ ഏതോ ഒരുത്തിന്റെ ദേഹത്തേക്ക് വലിയൊരു മഞ്ഞുകട്ട വന്ന് വീഴുകയാണ്. ഇത് കണ്ട പച്ചത്തലയനാണെങ്കിൽ ഇപ്പൊ ആ കാര്യവും ഗ്രാൻഡ് മേയോട് പറയും. ഗ്രാൻഡ് മേ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് പഞ്ചസാര ഇത് ഐസ് വീണ ബോഡി പാർട്ടിൽ തൂകിയാൽ മതി, പിന്നെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ ലൂഫിക്കൻ ടീമിനും ചത്താ മതി എന്നാവും. ഇങ്ങനെ ഒരു വിവരം കെട്ട ടീമിന്റെ കൂടെയാണോ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതെന്ന് ചിന്തിച്ച് അവരിപ്പോ അങ്ങനെ തല കുനിച്ചു നിൽക്കും. റോബിനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരി അടക്കാനായിട്ട് കഴിയില്ല. ഉടനെ സോറോ ആണെങ്കിൽ പച്ചത്തലയനോട് അവന്റെ ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറയും. അതിനവനാണെങ്കിൽ വിചിത്രമായിട്ടുള്ള ഒരു ന്യായം പറയും. ഗ്രാൻഡ് മ പറഞ്ഞത് ഒരിക്കലും ഇതുപോലുള്ള നാച്ചുറൽ പ്രോസസ്സിനെ നമ്മൾ എതിർക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ എതിർത്താ അത് വലിയ വിപത്തുണ്ടാവുമെന്നാണ് ഗ്രാൻഡ് മ പറഞ്ഞത്. ഓരോ ആണെങ്കിൽ അത് കേട്ട് അവരോട് ചൂടാവും. ഇവിടെ ലൂഫിക്ക് മനസ്സിലാവും എങ്ങനെയെങ്കിലും ഈ ഐസ് കട്ടകളെ അറ്റാക്ക് ചെയ്ത് തകർക്കണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് അത് വഴിവെക്കും. ഇവിടെ ഉസോപ്പിനാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ തോന്നും. ഈ മണ്ടന്മാരെങ്ങനെ ഇത്രയും കാലം ഇവിടെ സർവൈവ് ചെയ്തു? അതൊരു വലിയ അത്ഭുതമാണെന്ന് അവന് തോന്നും. ലൂഫി ആണെങ്കിൽ അടുത്ത നിമിഷം അവന്റെ പവർ ഉപയോഗിച്ച് അച്ചറം പൊച്ചറം ഇടിച്ച് ആ ഐസ് കട്ടകളെല്ലാം തകർത്ത് താഴെയിടും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നൈറ്റ് കാണിക്കും. എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങാണ്. അപ്പൊ ദൂരത്തായിട്ട് ഏതോ ഒരു കപ്പലില് ഒരു ലേഡി, അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ലക്ഷ്യമാക്കി അങ്ങനെ വരികയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ പക്കത്തിൽ താനെ എഴുന്നേറ്റ് എവിടേക്കോ നടക്കാൻ തുടങ്ങും. അത് കണ്ട പച്ചത്തലയനാണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, എന്തു പറ്റി, ഒന്നിന് പോവാണോ? അതിന് ലൂഫി ആണെങ്കിൽ ഉറക്കച്ചടവില് പതിയെ കണ്ണു തുറന്ന് അവനോട് പറയും, എനിക്ക് വിശക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അതിനവനും പറയും, ഇതിൽ എനിക്കും നല്ല വിശപ്പുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഫുഡ് കഴിക്കാം, ഇതെന്റെ ഭാഗ്യമാണ്. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് വലിയൊരു ലെഗ് പീസ് കാണും. അവൻ അവിടേക്ക് എടുത്തു ചാടും. പച്ചത്തലയനാണെങ്കിൽ അത് കണ്ട് ഷോക്കായിട്ട് ലൂഫിയെ തടയാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ലൂഫിയുടെ പിന്നാലെ പച്ചത്തലയനും ഇപ്പോ ആ ഒരു ലെഗ് പീസിലേക്ക് വീഴാണ്. അത് ആക്ച്വലി ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പ് വെച്ചവര് ലൂഫിയെയും പച്ചത്തലയനെയും അവര് രണ്ടുപേരെയും ഈസി ആയിട്ട് സീപ്രസൻ സ്റ്റോണിലേക്ക് വലിച്ചിടുകയാണ്. ലൂഫിയും പച്ചത്തലയനും ആണെങ്കിൽ പതിയെ തല ഉയർത്തി നോക്കും. അവരുടെ മുൻപിൽ രണ്ട് ചുന്ദരി പെണ്ണുങ്ങള്. അതിലെ മുൻപിൽ നിൽക്കുന്ന പെണ്ണ് ഇവളാണ് സ്വീറ്റ് പൈററ്റ്സിന്റെ നേതാവ്. ഗേൾസ് ടീം ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിലേക്ക് കയറി ബാക്കിയുള്ളവരെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഉസോപ്പും ഫ്രാങ്കിയും ഒക്കെ ആടി എഴുന്നേറ്റ് അവരെ കൊണ്ട് പറ്റും പോലെ തിരികെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും അവർ ജെല്ലി പോലുള്ള എന്തോ ഒന്ന് ഉപയോഗിച്ച് അവർ ലോക്ക് ചെയ്യും. ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഹൈജാക്ക് ചെയ്യാണ്. ഡെസ്റോസ ഐലാൻഡിനോട് ചേർന്നുള്ള മറ്റൊരു ചെറിയ ഐലാൻഡിലേക്ക് ഇപ്പൊ അവർ വരും. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ഒരു ഫോഗുമാൻ ആളാണെങ്കിൽ പാറ പോലെ എന്തോ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പച്ചത്തലയനെ കാണിക്കും. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു കോടാലി വെച്ച് അങ്ങനെ ഗ്ലൂ ചെയ്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ലൂഫിയെ ഒരു ഗ്ലോബ് പോലുള്ള സാധനത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു ലേഡി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരും. നീ എന്തൊക്കെ ഒച്ച വെച്ച് ബഹളം വെച്ചിട്ടും കാര്യമില്ല, ഞങ്ങളുടെ ബോസ് നിങ്ങളെ എല്ലാവരെയും കൊല്ലും. ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന് ഫുഡ് വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കും. ഉടനെ ആ ലേഡി ചോക്ലേറ്റ് എടുത്ത് അവന്റെ വായിലേക്ക് കുത്തി തിരുകുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ മെയിൻ വില്ലനെ കാണിക്കും. അവനാണെങ്കിൽ സ്റ്റേജിലേക്ക് വന്ന് അവന്റെ അസിസ്റ്റന്റ് പൈററ്റ്സുകളെ അങ്ങനെ വിഷയം നിൽക്കുകയാണ്. മെയിൻ പൈററ്റിനെ കാണേണ്ട താമസം അസിസ്റ്റൻസ് എല്ലാവരും ഇപ്പൊ അവന്റെ പേരൊക്കെ വിളിച്ച് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണ്. അതിനുശേഷം അവർ ഓരോരുത്തരും
കടലിൽ നിന്ന് പിടിച്ച ഓരോരോ പൈററ്റ്സുകളുടെ ഡീറ്റെയിൽസ് അത് ആ മെയിൻ ലീഡറിന് കൊടുക്കുകയാണ്. ആളാണെങ്കിൽ അതൊക്കെ വായിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ആ ചുന്ദരി പെണ്ണ് പൈററ്റ് അവളിപ്പോ ലൂഫിയെ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഗോളമായിട്ട് അവിടേക്ക് വരിക. അവള് പറയും 500 മില്യൺ ബെറി ബൗണ്ടി ഉള്ള സ്ട്രാഹാറ്റ് ലൂഫിയെ ഞങ്ങൾ പിടിച്ചു. ഇതിനാ ലീഡർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. സത്യം പറയും, ഇവൻ സ്ട്രോഹാറ്റ് ലൂഫി തന്നെയാണോ? അതിനവൾ തറപ്പിച്ചു പറയും അതെ. ആ ലീഡറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ അവളോട് പറയും, സത്യത്തില് നീയാണ് എന്റെ ലക്കി ചാം. നീ വന്നതിൽ പിന്നെ എൻ്റെ ടീം അത് ഒരുപാട് പുരോഗമിച്ചു, ഇംപ്രൂവ് ആയി മുൻപോട്ടേക്ക് പോയെന്ന് പറയും. ആക്ച്വലി ഇവരെല്ലാവരും വേറെ വേറെ പൈററ്റ്സ് ടീമുകളായിരുന്നു. അവരെല്ലാവരെയും ഈ ലീഡർ ഒത്തൊരുമിച്ച് ഈ ഒരു വലിയ പൈററ്റ് ടീമാക്കി മാറ്റി. ലീഡർ ആണെങ്കിൽ ഫുൾ ഹാപ്പി ആയിട്ട് ഇപ്പൊ അവരോട് പറയും, 1 വർഷമായി നമ്മളെല്ലാവരും ഒന്നു ചേർന്നിട്ട് ഇതിന്റെ ഇടയിൽ 100ന് മുകളിൽ പൈററ്റ്സിനെ നമ്മൾ കണ്ടെത്തി ഇവിടേക്ക് കൊണ്ടുവന്ന് തകർത്തിട്ടുണ്ട്. അവരുടെ അസറ്റ്സും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുത്തു. നമ്മൾ പഴയതുപോലെ ഒറ്റപ്പെട്ട് ഈ കടലിലൂടെ അലഞ്ഞെരിഞ്ഞ് നടക്കുകയായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിക്കുമായിരുന്നില്ല. കൂട്ടായിട്ടുള്ള പ്രയത്നം അതാണ് ഇതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് കാരണമായത്. സോ നമ്മൾ ഒരു കാരണവശാലും പിരിയാൻ പാടില്ല. നമ്മൾ ഇതുപോലെ തന്നെ മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ 4 എംപറേഴ്സ് ഒന്നും നമ്മുടെ മുൻപിൽ ഒന്നുമല്ല. നമ്മളായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഈ ലോകം ഭരിക്കാന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ വമ്പം പോസൊക്കെ ഇട്ട് ആ പൈററ്റ്സിന് മുൻപിൽ സ്റ്റൈലായിട്ട് നിൽക്കും. അവനാണെങ്കിൽ വീണ്ടും പറയും, നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആ 4 എംപറേഴ്സിനെ തകർക്കും. പിന്നീട് നമ്മളാണ് പുതിയ പൈററ്റ് എറ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഭരിക്കാന്ന് പറഞ്ഞ് അവരിപ്പോ ആട്ടവും പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അവരോരോരുത്തരെയും ഇപ്പൊ നോട്ട് ചെയ്യാണ്. അപ്പൊ ദൂരത്തായിട്ട് കുറെ സിൽവർ ശിലകൾ അങ്ങനെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണും. അത് ആക്ച്വലി ആ മെയിൻ പൈററ്റ് അവൻ ക്രിയേറ്റ് ചെയ്ത സിൽവർ ശിലകളാണ്. അതെല്ലാം തന്നെ അവരുടെ ഓപ്പണൻസ് ആയിട്ട് അവിടേക്ക് വന്നവരാണ്. അവന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറിൽ അവനാണ് അവരെ എല്ലാം ഇത്തരത്തിൽ ശിലയാക്കി മാറ്റിയത്. 500 മില്യൺ ബെറി ബൗണ്ടിയുള്ള ഈ സ്ട്രോഹാറ്റ് ലൂഫി, അവനെ ഞാൻ ഒരു ശിലയാക്കി മാറ്റുമെന്ന് പറഞ്ഞ് അവൻ വയറ്റിൽ കൈയിട്ട് എന്തൊക്കെയോ ലൂഫിക്ക് നേരെ വലിച്ചെറിയാണ്. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ പച്ചത്തലയൻ അവനങ്ങനെ ചാടി വീണ് അവന്റെ കയ്യിൽ സെറ്റ് ചെയ്തിരുന്ന ആ ഒരു വെപ്പൻ ഉപയോഗിച്ച് ആ ഒരു പവറിനെ തടയാണ്. അതിനുശേഷം അവൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ആരെങ്കിലും ലൂഫി സെൻപായുടെ ദേഹത്ത് തൊട്ടാ അവര് പിന്നെ വിവരം അറിയും. പൈററ്റ്സുകളെല്ലാം തന്നെ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ അടുത്തേക്ക് വരികയാണ്. പച്ചത്തലയനാണെങ്കിൽ സിമ്പിളായി അവരെ എല്ലാവരെയും അടിച്ച് താഴെയിടും. ഉടനെ അവരെ കടത്തിക്കൊണ്ടുവന്ന ആ ഒരു ചുന്ദരി പെണ്ണ് പൈററ്റ് അവളാണെങ്കിൽ ഓടി വന്ന് അങ്ങനെ പച്ചത്തലയനെ പിടിച്ചു വെക്കുകയാണ്. പച്ചത്തലയനാണെങ്കിൽ ഓൾറെഡി അവളെ അറിയാം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഞാൻ എപ്പോഴാ നിന്റെ ശത്രുവായി മാറിയെന്നൊക്കെ അവൻ ചോദിക്കും. അതിനാ മെയിൻ പൈററ്റ് ബില്ല് അവനങ്ങനെ പല്ല് കടിച്ച് അവൾ അങ്ങനെ തന്നെ ചെയ്യൂ, അവളിപ്പോ എന്റെ ടീംമേറ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ ചാടി വന്ന് ലൂഫിയുടെ കഴുത്ത് വെട്ടാൻ ശ്രമിക്കും. ഉടനെ പച്ചത്തലയൻ അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആളെ അങ്ങനെ തള്ളി മാറ്റുകയാണ്. ഉടനെ ലൂഫി ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല, അവന്റെ ഉള്ള പവറൊക്കെ ഉപയോഗിച്ച് ആ ബോള് അതങ്ങനെ ഉരുട്ടി ഉരുട്ടി മുൻപോട്ടേക്ക് പോകും. ലൂഫി ആണെങ്കിൽ ആ സ്ലോപ്പിലൂടെ അങ്ങനെ കയറി ഇറങ്ങി പോവാണ്. അവന്റെ തൊട്ടു പിന്നാലെ പച്ചത്തലയനും അവരുടെ മുൻപിലുണ്ടായിരുന്ന എല്ലാവരെയും അവർ ഇടിച്ചു തെറിപ്പിക്കും. മെയിൻ പൈററ്റ് ബില്ല് അവനിപ്പോ ആ ചുന്ദരി പെണ്ണ് നോക്കി വിളിച്ചു പറയും, നിങ്ങളത് കാണുന്നില്ലേ, അവർ ഈ കോട്ട വിട്ട് പുറത്തു പോകാൻ പാടില്ല, എത്രയും പെട്ടെന്ന് അവരെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. അത് കേൾക്കേണ്ട താമസം അവരിപ്പോ അവരുടെ പിന്നാലെ പോവാണ്. ഇവിടെ ലൂഫിയും പച്ചത്തലയനും ഒരു വിധത്തില് ഇപ്പൊ പുറത്തെത്തി. പച്ചത്തലയൻ പറയും, ആ ചുന്ദരി പെണ്ണിനെ അവളെനിക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഐലാൻഡിൽ ഉണ്ടായിരുന്നവരാണ്. ചെറുപ്പം മുതലേ അവൾ അങ്ങനെയാണ്, ഓരോ വികൃതികൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിനിഷ്ടം പോലെ അവൾക്ക് കിട്ടിയിട്ടുമുണ്ട്. അവളൊരു ഫാസ്റ്റസ്റ്റ് ബോട്ട് റേസറാണ്, നമുക്ക് അവൾ വരുന്നതിന് മുൻപ് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവൻ ലൂഫിയെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്ലോബ് അത് മുൻപോട്ടേക്ക് തള്ളാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം അവളും അവളുടെ ടീമും പാഞ്ഞെത്തുകയാണ്. അവള് നിലവിളിച്ച് പറയും, നമ്മൾ രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ആ ഒരു ബന്ധത്തില് ഞാൻ വെറുതെ വിടാം, പക്ഷെ സ്ട്രോഹാറ്റ് ലൂഫിയെ അവനെ എന്നെ ഏൽപ്പിക്കണമെന്ന് പറയും. അതിന് പച്ചത്തലയൻ അവൻ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ലൂഫി സെൻപായെ ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് അവൻ ആ ഗ്ലോബ് നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് ഉരുട്ടി കൊണ്ടുപോകും. ഉടനെ നമ്മുടെ ആൾക്കാരും അവളും അവര് 3 പേരും ഇപ്പൊ അങ്ങനെ സ്പീഡിൽ വന്ന് ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ മെയിൻ പൈററ്റ് അവനാണെങ്കിൽ ഇപ്പൊ വേറൊരു ക്രീച്ചർ ആവശ്യത്തിലധികം സിൽവർ ഒക്കെ കൊടുക്കുകയാണ്. അടുത്ത നിമിഷം ആ മെയിൻ പൈററ്റിന് ഒരു ഇൻഫർമേഷൻ ലഭിക്കും, നമ്മുടെ ലൂഫിയെ പിടിക്കാനായില്ല എന്ന്. അതിനവൻ ഒരു വില്ലനെ ലൂഫിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.